ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് മാംഗല്യം കഥയുടെ 19ാമത്തെ ഭാഗമാണ് കേട്ടോ. ബാക്കി ഭാഗങ്ങൾ കാണാത്തവർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക. അതിൽ ഞാൻ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുക്കാം. അതുപോലെ തന്നെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കഥയിലോട്ട് കിടക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോകാം. രാത്രിയുടെ നിശബ്ദതയിൽ പാടത്തുനിന്ന് വീശിയടിക്കുന്ന തണുത്ത കാറ്റിന് ഒരു തരം ഗന്ധമുണ്ടായിരുന്നു. ബൈക്ക് നിർത്തി കാശി ആ പാടവരമ്പത്തെ വലിയ കല്ലിൽ ചെന്നിരുന്നു. ദൂരെയൊരു വഴിവിളക്കിൻ്റെ മങ്ങിയ മഞ്ഞ വെളിച്ചം പാടത്തെ നെൽച്ചെടികളിൽ വീണുകിടക്കുന്നുണ്ടായിരുന്നു. അവൻ ഇന്ദുവിനെ നോക്കി. അവളുടെ മുഖത്ത് അപ്പോഴും എന്തോ വലിയൊരു തിരിച്ചറിവിൻ്റെ ഞെട്ടൽ മായാതെ കിടപ്പുണ്ടായിരുന്നു. കാശി പാടത്തേക്ക് മിഴികൾ നട്ടിരുന്ന് ദീർഘമായി ശ്വാസമെടുത്ത് സംസാരിച്ചു തുടങ്ങി. അവൻ്റെ ശബ്ദത്തിൽ വർഷങ്ങളുടെ ആഴമുണ്ടായിരുന്നു. ഇന്ദു, ഈ പാടം നിനക്ക് ഓർമ്മയുണ്ടോ? നീ കുട്ടിയായിരുന്നപ്പോൾ സ്കൂളിൽ പോകാൻ ഈ പാടവരമ്പത്തുകൂടെ നടന്നു പോയിരുന്നത് ഓർമ്മയുണ്ടോ നിനക്ക്? ഇന്ദു ഒന്നും മിണ്ടാൻ കഴിയാതെ അവനെ തന്നെ നോക്കി നിന്നു. കാശി പതുക്കെ പുഞ്ചിരിച്ചു. പക്ഷെ ആ ചിരിയിൽ നിറയെ പഴയ കാലത്തെക്കുറിച്ചുള്ള ഗൃഹാതുരത്വമായിരുന്നു. എനിക്കിപ്പോഴും അത് കൺമുന്നിൽ കാണാം. ഇളം നീല നിറത്തിലുള്ള ആ സ്കൂൾ യൂണിഫോമും ബാഗും തോളിലിട്ട് മുടി 2 വശത്തും പിന്നിക്കെട്ടി നീ ഈ വഴി നടന്നു പോകുന്നത്. ആ പാവാടത്തുമ്പ് പറത്തിക്കൊണ്ട് നിന്റെ ആ കൊലുസ് കിലുങ്ങുന്ന ശബ്ദവും കേട്ട് നീ ചിരിച്ചുകൊണ്ട് ഓടി നടക്കുമ്പോൾ ഞാൻ ദൂരെ ആ വലിയ ആൽമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് നിന്നെ നോക്കി നിൽക്കുമായിരുന്നു. എൻ്റെ മനസ്സിൽ കയറിക്കൂടിയ ആ കുസൃതിക്കാരി പെൺകുട്ടിയാണ് ഇന്ദു നീ. അന്ന് നീ ആരാണെന്നോ നിനക്ക് എന്നെ അറിയുമോ എന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ആ പാടവരമ്പത്തൂടെ നടന്നു പോകുന്ന ആ കൊച്ചു പെൺകുട്ടിയെ കാണാതിരിക്കാൻ ഒരു ദിവസം പോലും എനിക്ക് കഴിഞ്ഞിരുന്നില്ല. കാശി ഒന്ന് നിർത്തി. ആ പഴയ ഓർമ്മകൾ അവൻ്റെ മുഖത്ത് ഒരു തെളിച്ചം കൊണ്ടുവന്നു. നീ വളരും തോറും എൻ്റെ ഉള്ളിലെ ഇഷ്ടവും വളരുകയായിരുന്നു. സ്കൂൾ വിട്ട് വരുമ്പോൾ നിന്റെ പുറകെ ഒരു നിഴല് പോലെ ഞാൻ നടന്നിട്ടുണ്ട്. നീ ആ പാടവരമ്പത്തൂടെ നടക്കുമ്പോൾ നിന്റെ ആ ചിരിയും കൊലുസിൻ്റെ താളവും എൻ്റെ ലോകത്തെ ആകെ മാറ്റിമറിച്ചിരുന്നു. എപ്പോഴാണ് ആ കുട്ടിയോടുള്ള ഇഷ്ടം എൻ്റെ ജീവൻ്റെ ഭാഗമായതെന്ന് എനിക്കറിയില്ല. സ്കൂൾ പഠനകാലം മുഴുവൻ നിന്റെ ആ കുറുമ്പും നിഷ്കളങ്കതയും എൻ്റെ സ്വപ്നങ്ങളിലുണ്ടായിരുന്നു. അന്ന് അത് നിസ്സാരമായൊരു കൗമാര പ്രണയം മാത്രമാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ഇഷ്ടം ഒട്ടും കുറയാതെ നിന്റെ പേര് എൻ്റെ ഹൃദയത്തിൽ തന്നെ തങ്ങി നിന്നു. അന്ന് നീ കാണാത്ത ആ കണ്ണുകൾ ഇന്നും നിന്നെ മാത്രം തിരയുന്ന കാശിയുടേതാണ്. കാശി തിരിഞ്ഞു നോക്കിയപ്പോൾ ഇന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ പഴയ കുഞ്ഞു കുട്ടിയിൽ നിന്ന് ഇന്നത്തെ ഇന്ദുവിലേക്കുള്ള മാറ്റത്തെക്കുറിച്ച് അവൻ പറയുന്ന ഓരോ വാക്കും അവളിൽ വലിയൊരു അത്ഭുതമാണ് ഉണർത്തിയത്. താൻ ഒട്ടും ശ്രദ്ധിക്കാത്ത കാലം മുതൽ തന്നെ പ്രണയിക്കുന്ന ഒരാൾ അരികിലുണ്ടായിരുന്നെന്ന തിരിച്ചറിവ് അവളെ വല്ലാതെ പിടിച്ചുലച്ചു. നിന്റെ ഓരോ ചുവടും ഞാൻ നോക്കി നിന്നു ഇന്ദു. നീ എന്നെ കണ്ടില്ല, പക്ഷേ നിന്റെ ലോകത്തെ എല്ലാ സന്തോഷങ്ങളും നിന്നിലേക്ക് എത്തിക്കാൻ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. അത്രയ്ക്ക് ആഴത്തിലാണ് നീ എൻ്റെ മനസ്സിൽ വേരുറപ്പിച്ചത്. ഇത്രയും പറഞ്ഞ് കാശി ഒന്ന് നിർത്തി. അവൻ്റെ വാക്കുകൾ ഇന്ദുവിൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. കാറ്റിൽ നെൽച്ചെടികൾ ഉലയുന്ന ശബ്ദം മാത്രം കേൾക്കുന്ന ആ നിശബ്ദതയിൽ കാശിയുടെ ശബ്ദം പെട്ടെന്ന് ഇടറി. ആ പഴയ ഓർമ്മകളിൽ നിന്നുള്ള
ആ മടങ്ങിവരവിൽ അവന് വല്ലാത്തൊരു വേദനയുണ്ടായിരുന്നു. ഇന്ദു കണ്ണു ചിമ്മാതെ അവനിൽ നിന്ന് കേൾക്കുന്ന ഓരോ വാക്കുകളും സ്വന്തം ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് അവനെ തന്നെ നോക്കിയിരുന്നു. കാശി വലിയൊരു നെടുവീർപ്പോടെ തുടർന്നു. പക്ഷേ ആ സ്വപ്നങ്ങൾക്ക് അധികം ആയുസ്സുണ്ടായില്ല. അപ്പോഴാണ് തീർത്തും അപ്രതീക്ഷിതമായി അച്ഛൻ്റെ മരണം സംഭവിക്കുന്നത്. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇരുട്ടടിയായി ഇന്ദു. ജീവന് തുല്യം സ്നേഹിച്ച അച്ഛൻ പെട്ടെന്നൊരു ദിവസം ഇല്ലാതായപ്പോൾ ഞാൻ ശരിക്കും തകർന്നുപോയി. എൻ്റെ ലോകം അവിടെ അവസാനിച്ചുവെന്ന് ഞാൻ കരുതി. പക്ഷെ എനിക്ക് തളർന്നിരിക്കാൻ കഴിയില്ലായിരുന്നു. അച്ഛൻ പോയതോടെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനുള്ളൊരു വാശിയായിരുന്നു. പിന്നെ രാവും പകലുമില്ലാതെയുള്ള ഒരു നെട്ടോട്ടം. ആ ഓട്ടത്തിനിടയിലും ഞാൻ തളരാതിരുന്നത് എൻ്റെ ഉള്ളിൽ നീ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ്. ഒരിക്കൽ നിന്റെ മുന്നിൽ തലയുയർത്തി നിൽക്കണം, നിന്നെ എൻ്റെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം മാത്രമായിരുന്നു എൻ്റെ ഉള്ളിലെ ഏക വെളിച്ചം. കാശിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു, അങ്ങനെ കഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിച്ച് സ്വന്തം കാലിൽ ഉറച്ചു നിന്ന് എൻ്റെ വർഷങ്ങൾ നീണ്ട ആ ഇഷ്ടം നിന്നോട് പറയാൻ വേണ്ടി ഞാൻ നിന്നെ തേടി വന്നു. എൻ്റെ നെഞ്ചിലെ പ്രണയം മുഴുവൻ നിന്റെ കാൽക്കീഴിൽ വയ്ക്കാൻ ഞാൻ ഓടി വന്നു. പക്ഷേ കാശി ഒന്ന് നിർത്തി. അവൻ്റെ തൊണ്ട വല്ലാതെ വിതുമ്പുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വന്നപ്പോഴേക്കും നിന്റെ സാഹചര്യങ്ങളും എന്തിന് നീയും ആകെ മാറിപ്പോയിരുന്നു. എനിക്ക് നിന്നോട് ആ ഇഷ്ടം പറയാൻ പോലും പറ്റാത്തത്ര വലിയൊരു അകലം നമുക്കിടയിൽ അപ്പോഴേക്കും ഉണ്ടായിക്കഴിഞ്ഞിരുന്നു. നിന്റെ ആ പുതിയ ലോകത്ത് എന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അന്ന് അന്ന് ഞാൻ ശരിക്കും തകർന്നു പോയിരുന്നു. കാശി വേദനയോടെ മുഖം കുനിച്ചു. ജീവന് തുല്യം സ്നേഹിച്ച എൻ്റെ അച്ഛൻ പോയി. അതിനേക്കാളേറെ എൻ്റെ ജീവൻ്റെ പാതിയായി ഞാൻ ഈ നെഞ്ചിൽ കൊണ്ടു നടന്ന നീയും എനിക്ക് ഒരിക്കലും സ്വന്തമാക്കാൻ കഴിയില്ലെന്ന അവസ്ഥ വന്നപ്പോൾ അതെനിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. എനിക്കെൻ്റെ സമനില ആകെ തെറ്റിപ്പോയിരുന്നു. എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണമെന്നറിയാത്ത ഒരു ഭ്രാന്തമായ അവസ്ഥ. ഞാൻ ആകെ ഒറ്റപ്പെട്ടുപോയി എന്ന് തോന്നിയ നിമിഷങ്ങൾ. ആരുമില്ലാത്ത ആ വലിയ ശൂന്യതയിൽ സമാധാനം തേടി ഞാൻ ചീത്ത കൂട്ടുകെട്ടുകളിൽ പോയി പെട്ടു. എന്നെ മറക്കാൻ, നിന്നെ മറക്കാൻ ഞാൻ തെറ്റായ പല വഴികളിലൂടെയും നടന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് കാശി ഇന്ദുവിനെ നോക്കി. താൻ കാരണമാണല്ലോ ഈ മനുഷ്യൻ ഇത്രയേറെ വേദന അനുഭവിച്ചതെന്ന് ഓർത്തപ്പോൾ ഇന്ദുവിൻ്റെ നെഞ്ച് പൊട്ടി. ആ വാക്കുകൾ അവളുടെ ഹൃദയത്തെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നുണ്ടായിരുന്നു. കാശി അവളെ നോക്കി ദീർഘമായി ഒന്ന് ശ്വാസമെടുത്ത് വീണ്ടും പറഞ്ഞു തുടങ്ങി. അങ്ങനെ ആകെ തകർന്നു നിൽക്കുമ്പോഴാണ് അമ്മ നിർബന്ധിച്ച് എന്നെ സ്കൂളിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നത്. ഞാൻ ആ ചുമതല ഏറ്റെടുത്തു. അപ്പോഴൊക്കെ നിന്റെ അച്ഛൻ്റെ അസുഖ വിവരങ്ങളും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളുമൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അച്ഛൻ്റെ ചികിത്സയ്ക്കായി നീ അമ്മയോട് സഹായം ചോദിച്ചത്. അന്ന് എനിക്കെന്തോ വലിയ ആശ്വാസം കിട്ടിയ പോലെയായിരുന്നു. നിന്നെ സഹായിക്കാൻ, നിന്റെ ഒരു സങ്കടം മാറ്റാൻ എനിക്കൊരവസരം കിട്ടിയല്ലോ എന്നോർത്ത് ഞാൻ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോയി ആ എമൗണ്ട് മുഴുവൻ അടച്ചു. കാശി ദൂരെയുള്ള പാടത്തേക്ക് നോക്കി. പിന്നെ സ്കൂളിൽ വെച്ച് ദിവസവും നിന്നെ കാണുമ്പോൾ അതെന്നെ പഴയ പലതും ഓർമ്മിപ്പിക്കുകയായിരുന്നു. എൻ്റെ തൊട്ടടുത്ത്
നീ ഉണ്ടായിട്ടും നിന്നെ എനിക്ക് സ്വന്തമാണെന്ന് പറയാൻ കഴിയാത്ത ആ ദിവസങ്ങൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അങ്ങനെ ഇരിക്കെയാണ് ആ രാജേഷ് അവൻ അവൻ നിന്നെ അപമാനിക്കാൻ ശ്രമിച്ചത്. അത് കണ്ടപ്പോൾ അത്രയും നാൾ എൻ്റെ ഉള്ളിൽ ഞാൻ അടക്കി പിടിച്ചിരുന്നതെല്ലാം ഒരു നിമിഷം കൊണ്ട് പുറത്തേക്ക് വന്നു. എൻ്റെ സമനില നഷ്ടപ്പെട്ടു പോയിരുന്നു. അങ്ങനെ അത് നമ്മുടെ കല്യാണത്തിൽ കൊണ്ടെത്തിച്ചു. കാശിയുടെ ശബ്ദം കുറച്ചുകൂടി നേർത്തതായി. കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി വിവേക് എന്നോടെല്ലാം നിന്നോട് തുറന്നു പറയാൻ നിർബന്ധിച്ചിരുന്നു. അവന് ചെറുപ്പം മുതലേ അറിയാം എനിക്ക് നിന്നോടുള്ള ഇഷ്ടം. അന്ന് രാത്രി എല്ലാം നിന്നോട് പറയാൻ ഉറപ്പിച്ചാണ് ഞാൻ ആ മുറിയിലേക്ക് വന്നത്. പക്ഷേ ഞാൻ പറയാൻ തുടങ്ങുമ്പോഴേക്കും എനിക്ക് മനസ്സിലായി നിനക്ക് എന്നോട് അങ്ങനെ ഒരു ഇഷ്ടമില്ലെന്നും വെറും ഒരു സാഹചര്യത്തിൻ്റെ പേരിൽ മാത്രമാണ് നീ കല്യാണത്തിന് സമ്മതിച്ചതെന്നും എന്നെ ഒരു ഭർത്താവായി കാണാൻ നിനക്ക് കഴിയില്ലെന്നും. അതറിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ പ്രണയം നിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സത്യം നെഞ്ചിൽ തന്നെ മൂടി വെച്ചത്. അവൻ തിരിഞ്ഞ് ഇന്ദുവിനെ നോക്കി. കണ്ണുനീർ നിറഞ്ഞ അവളുടെ മുഖത്തേക്ക് നോക്കി വളരെ ശാന്തമായി അവൻ പറഞ്ഞു, ഇനി തനിക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. എൻ്റെ മനസ്സിൽ ഞാൻ ഓർമ്മ വച്ച കാലം മുതൽ കയറിക്കൂടിയതാണ് താൻ. ഈ കാശിയുടെ മരണം വരെ ഈ നെഞ്ചിൽ ഇന്ദു എന്ന് തന്നെ ഉണ്ടാകും. ഈ ജന്മത്തിൽ ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും സ്നേഹിച്ചത് തന്നെ മാത്രമാണ്. തനിക്കെന്നെ അങ്ങനെ കാണാൻ പറ്റിയില്ലെങ്കിലും സാരമില്ല. ഞാൻ ഒരിക്കലും തന്നെ നിർബന്ധിക്കില്ല. തന്നെ ഒരു കൂട്ടിലടയ്ക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. തൻ്റെ എല്ലാ സ്വപ്നങ്ങൾക്കും ഒപ്പമുള്ള ഒരു സപ്പോർട്ടായിട്ട് എന്നും എന്നും ഞാൻ ഉണ്ടാകും. ഇനി എന്ത് വേണമെങ്കിലും തനിക്ക് തീരുമാനിക്കാം. തൻ്റെ നെഞ്ചിലെ ഭാരമെല്ലാം ഇറക്കി വച്ചതുപോലെ കാശി അവിടെ നിശബ്ദനായിരുന്നു. ആ രാത്രിയിലെ തണുത്ത കാറ്റിൽ ഇത്രയും കാലം താൻ തെറ്റിദ്ധരിച്ച ആ മനുഷ്യൻ്റെ ജീവന് തുല്യമായ സ്നേഹത്തിന് മുന്നിൽ എന്തു പറയണമെന്നറിയാതെ ഇന്ദു തറഞ്ഞു നിൽക്കുകയായിരുന്നു. ഇന്ദുവിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. ഉള്ളിലെ വലിയൊരു ഭാരം എടുത്തു മാറ്റപ്പെട്ടതുപോലെ. എന്നാൽ തികച്ചും അപരിചിതമായ പുതിയൊരു ലോകം മുന്നിൽ തുറക്കപ്പെട്ടതിൻ്റെ വലിയൊരു പരിഭ്രമം ആ മുഖത്തുണ്ടായിരുന്നു. വിതുമ്പലോടെ അവൾ കാശിയെ നോക്കി പറഞ്ഞു തുടങ്ങി, സർ, ഞാൻ എന്താ പറയുക? എനിക്ക് എന്താ പറയണ്ടേന്ന് ശരിക്കും അറിയില്ല. അച്ഛൻ്റെ ചികിത്സയ്ക്കുള്ള ആ വലിയ തുക സാറാണ് അടച്ചതെന്ന് ഞാനിന്ന് ഹോസ്പിറ്റലിൽ വെച്ച് റിസപ്ഷനിൽ നിന്ന് അറിഞ്ഞിരുന്നു. അത് സാറിനോട് ചോദിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് മുറിയിൽ വെച്ച് സാറിൻ്റെ നെഞ്ചിൽ ആ പേര് ഞാൻ കണ്ടത്. അതുകൂടി കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. ഇന്ദു വാക്കുകൾ കിട്ടാതെ കുഴങ്ങി. അവൾ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് കണ്ണുനീർ തുടച്ചു. വലിയ സ്വപ്നങ്ങളോ പ്രതീക്ഷകളോ ഒന്നും ചെറുപ്പം മുതലേ ഇല്ലാത്തൊരാളായിരുന്നു ഞാൻ. എൻ്റെ ഓരോ ദിവസങ്ങളും ഓരോരോ സങ്കടങ്ങൾ നിറഞ്ഞതായിരുന്നു. അതിനിടയിൽ എന്നെ ഇത്രയും സ്നേഹത്തോടെ ശ്രദ്ധിക്കുന്ന കാശി സാറിനെ ഞാൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ കാണാൻ ശ്രമിച്ചിട്ടില്ല. അവൾ വല്ലാത്തൊരു കുറ്റബോധത്തോടെ തലകുനിച്ചു. സ്കൂളിൽ വെച്ച് മീര എപ്പോഴും സാറിനെ കുറിച്ച് പറയാറുണ്ടായിരുന്നു. സാറിൻ്റെ ആ ദേഷ്യവും കലിപ്പൻ സ്വഭാവമൊക്കെ
ഞാൻ നേരിട്ട് കാണാറുമുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഞാൻ ചിന്തിച്ചില്ല, ഒരു കാലത്ത് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്ന കാശി സാറ് പെട്ടെന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്ന് ചിന്തിക്കാൻ പോലും ഞാൻ മെനക്കെട്ടില്ല. പക്ഷേ ഇപ്പോൾ എന്നോടുള്ള ഈ വലിയ ഇഷ്ടവും ഇത്രയും കാലത്തെ സാറിൻ്റെ സങ്കടവും ഒക്കെ കേട്ടപ്പോൾ എനിക്കറിയില്ല സാർ, ഞാൻ എന്താ പറയുക. വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ, സങ്കടം സഹിക്കാനാവാതെ ഇന്ദു മുഖം പൊത്തി കരഞ്ഞുപോയി. തൻ്റെ മുന്നിലിരുന്ന് വിതുമ്പുന്ന അവളെ കാശി വല്ലാത്തൊരു വാത്സല്യത്തോടെ നോക്കി. അവളുടെ ഉള്ളിലെ ആ ആശയക്കുഴപ്പവും സങ്കടവും അവന് കൃത്യമായി മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് വളരെ ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു, എനിക്കറിയാം ഇന്ദു, ഇതെല്ലാം പെട്ടെന്ന് കേൾക്കുമ്പോൾ തനിക്കിത് ഉൾക്കൊള്ളാൻ കുറച്ച് സമയം ആവശ്യമാണ്. താനിപ്പോൾ എന്നോട് മറുപടി ഒന്നും പറയണ്ട. കാശി അവളുടെ കണ്ണുനീർ നിറഞ്ഞ മുഖത്തേക്ക് നോക്കി വളരെ സ്നേഹത്തോടെ തുടർന്നു, താൻ സാവധാനം ആലോചിക്കി. തനിക്ക് എത്ര സമയം വേണമെങ്കിലും എടുത്തോ. അങ്ങനെ ആലോചിച്ച് എന്തെങ്കിലും ഒരിക്കൽ ഈ കാശിയോട് എന്തെങ്കിലും ഒരു ഇഷ്ടം തോന്നുകയാണെങ്കിൽ അന്ന് മാത്രം അതെന്നോട് തുറന്നു പറഞ്ഞാൽ മതി. അതുവരെ ഞാൻ നിനക്കായി കാത്തിരിക്കാം. കാശിയുടെ ആ വാക്കുകൾ ഇന്ദുവിൻ്റെ ഹൃദയത്തിലേക്കാണ് ഇറങ്ങിച്ചെന്നത്. തന്നെ ഒന്നിനും നിർബന്ധിക്കാതെ തനിക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യവും സമയവും നൽകുന്ന ആ സ്നേഹത്തിന് മുന്നിൽ ഇന്ദുവിന് വല്ലാത്തൊരു ബഹുമാനം തോന്നി. ആ പാടവരമ്പത്തെ മങ്ങിയ വെളിച്ചത്തിൽ കണ്ണീരിനിടയിലും അവൾ അവനെ നോക്കി നേരിയതായി ഒന്ന് പുഞ്ചിരിച്ചു. കാത്തിരിപ്പിൻ്റെ പുതിയൊരു അധ്യായം അവർക്കിടയിൽ അവിടെ തുടങ്ങുകയായിരുന്നു. ഇന്ദുവിൻ്റെ ആ നേർത്ത പുഞ്ചിരി കണ്ടപ്പോൾ കാശിയുടെ ഉള്ളിൽ ഇതുവരെ ഉണ്ടായിരുന്ന വലിയൊരു ഭാരമാണ് ഒഴിഞ്ഞുപോയത്. ആ പാടവരമ്പത്തെ തണുത്ത കാറ്റിന് ഇപ്പോൾ വല്ലാത്തൊരു കുളിർമയുള്ളതുപോലെ അവന് തോന്നി. ഓക്കെ, എന്നാൽ നമുക്ക് പോയാലോ? കാശി പതുക്കെ ചോദിച്ചു. സമയം ഒരുപാട് വൈകി, ഉറങ്ങണ്ടേ? നാളെ നമുക്ക് തിരിച്ച് വീട്ടിൽ പോകേണ്ടതുമല്ലേ? ഇന്ദു ഒന്നും മിണ്ടാതെ അവനെ നോക്കി തലയാട്ടി. ആ കണ്ണുകളിൽ ഇപ്പോൾ ഭയമോ അകൽച്ചയോ ഇല്ലായിരുന്നു. മറിച്ച് വല്ലാത്തൊരു ശാന്തതയും ബഹുമാനവും നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ പോകാം എന്ന് പറഞ്ഞ് കാശി എഴുന്നേറ്റ് ബൈക്കിനടുത്തേക്ക് നടന്നു. അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇന്ദു പതുക്കെ വന്ന് പിന്നിൽ കയറിയിരുന്നു. നഗരത്തിൻ്റെ തിരക്കുകളിലേക്ക് അവർ തിരികെ യാത്ര തിരിച്ചു. തണുത്ത കാറ്റ് അവരുടെ മുഖത്തേക്ക് ആഞ്ഞു വീശുന്നുണ്ടായിരുന്നു. വണ്ടി ഓടിക്കുന്നതിനിടയിൽ കാശി പതിയെ സൈഡ് മിററിലേക്ക് നോക്കി. ആ നിലാവെളിച്ചത്തിൽ ഇന്ദുവിൻ്റെ മുഖം ആ മിററിലൂടെ അവന് വ്യക്തമായി കാണാമായിരുന്നു. അവളുടെ മുടിയിഴകൾ കാറ്റിൽ പാറി പറക്കുന്നുണ്ടായിരുന്നു. കാശി നോക്കുന്നത് കണ്ടപ്പോൾ ഇന്ദുവും അതേ മിററിലൂടെ അവനെ നോക്കി. അവരുടെ കണ്ണുകൾ ആ ചെറിയ കണ്ണാടിയിൽ പരസ്പരം ഉടക്കി. അവളുടെ ചുണ്ടുകളിൽ ഇതുവരെ ഇല്ലാത്ത പ്രണയാർദ്രമായ ഒരു ചെറിയ പുഞ്ചിരി വിടർന്നു. അത് കണ്ട കാശിയുടെ ചുണ്ടുകളിലും അറിയാതെ ഒരു ചിരി പടർന്നു. വർഷങ്ങളോളം മനസ്സിൽ കൊണ്ടു നടന്ന ആ വലിയ രഹസ്യം പങ്കുവച്ചതിൻ്റെ ആശ്വാസം കാശിക്കുണ്ടായിരുന്നെങ്കിൽ ഇത്രയും കാലം താൻ തെറ്റിദ്ധരിച്ച ആ കലിപ്പൻ്റെ ഹൃദയത്തിലെ സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിഞ്ഞതിൻ്റെ
വല്ലാത്തൊരു വികാരമായിരുന്നു ഇന്ദുവിന്. തനിക്ക് വേണ്ടി മാത്രം സ്പന്ദിക്കുന്ന ആ നെഞ്ചിലെ അക്ഷരങ്ങൾ ഓർക്കുമ്പോൾ അവളുടെ ഉള്ളിൽ അവനോടുള്ള പ്രണയം പൂത്തുലയുകയായിരുന്നു. പരസ്പരം ഒന്നും മിണ്ടിയില്ലെങ്കിലും ആ സൈഡ് മിററിലൂടെയുള്ള നോട്ടത്തിൽ അവർക്കിടയിൽ പുതിയൊരു പ്രണയകാവ്യം രചിക്കപ്പെടുകയായിരുന്നു. ആ തണുത്ത രാത്രിയിൽ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം അവർ ആദ്യമായി മനസ്സുകൊണ്ട് ഒന്നായി യാത്ര ചെയ്തു. അങ്ങനെ ബൈക്ക് വീട്ടുമുറ്റത്ത് വന്ന് നിന്നു. രണ്ടുപേരും അകത്തേക്ക് കയറിയപ്പോഴേക്കും വണ്ടിയുടെ ശബ്ദം കേട്ട് സാവിത്രി ഉണർന്ന് വന്നിരുന്നു. ആ മക്കൾ വന്നോ? എന്താ അത്ര വൈകിയത്? സാവിത്രി വാത്സല്യത്തോടെ ചോദിച്ചു. കാശി നേരിയ ചിരിയോടെ പറഞ്ഞു, ഒന്നുമില്ല അമ്മേ, ഞങ്ങൾ വെറുതെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്ത് കുറച്ചു നേരം അങ്ങനെയിരുന്നു. ആ ശരി, മക്കൾ ചെന്ന് കിടന്നുറങ്ങിക്കോ, നേരെ ഒരുപാടായി, സാവിത്രി പറഞ്ഞു. ശരി അമ്മേ, അമ്മയും പോയി കിടന്നോളൂ എന്ന് പറഞ്ഞ് ഇരുവരും അവരുടെ റൂമിലേക്ക് പോയി. റൂമിലെത്തിയപ്പോഴും ഇന്ദു കാശിയെ തന്നെ വല്ലാത്തൊരു അത്ഭുതത്തോടെയും പ്രണയത്തോടെയും നോക്കുന്നുണ്ടായിരുന്നു. കാശി ഷർട്ട് മാറ്റാനായി ബട്ടണുകൾ ഊരി. ഷർട്ട് മാറ്റിയതും ഇന്ദുവിൻ്റെ കണ്ണുകൾ ആദ്യം അവൻ്റെ മുഖത്തേക്കും പിന്നെ പതിയെ അവൻ്റെ നെഞ്ചിൽ പച്ചകുത്തിയ ആ പേരിലേക്കും നീണ്ടു. അവൾ അറിയാതെ തന്നെ അവളുടെ നോട്ടം ആ അക്ഷരങ്ങളിൽ ഉടക്കി നിന്നുപോയി. തന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരാളുടെ ഹൃദയത്തിൽ സ്വന്തം പേര് പതിഞ്ഞു കിടക്കുന്നത് കാണുന്നതിൻ്റെ വല്ലാത്തൊരു വികാരം അവളിലുണ്ടായിരുന്നു. ഇന്ദു തന്നെ നോക്കി നിൽക്കുകയാണെന്ന് കാശിക്ക് മനസ്സിലായി. അവൻ അവളെ കള്ളക്കണ്ണാൽ നോക്കി. കാശി തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായതും ഇന്ദു പെട്ടെന്ന് ചമ്മലോടെ മുഖം വെട്ടിത്തിരിച്ചു. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ വേഗം പോയി ബെഡ്ഷീറ്റ് വിരിക്കാൻ തുടങ്ങി. അവളുടെ ആ വെപ്രാളവും നാണവും കണ്ട് കാശിയുടെ ചുണ്ടിൽ മനോഹരമായൊരു ചിരി വിടർന്നു. അവൻ വേഗം ഒരു ടീഷർട്ട് എടുത്തിട്ടു. ബെഡ് ശരിയാക്കിയ ശേഷം ഇന്ദു കാശിയോട് പറഞ്ഞു, സാർ, ഇന്നിവിടെ കിടന്നോളൂ. അത് കേട്ട് കാശി ചോദിച്ചു, അപ്പൊ താനോ? കുഴപ്പമില്ല, ഞാൻ താഴെ കിടന്നോളാം. വീട്ടിലെപ്പോഴും സാറല്ലേ സോഫയിൽ കിടന്ന് ബുദ്ധിമുട്ടാറുള്ളത്. ഇന്ന് സാറ് ബെഡിൽ കിടന്നോളൂ എന്ന് പറഞ്ഞ് ഇന്ദു ഒരു ബെഡ്ഷീറ്റ് എടുത്ത് താഴെ വിരിച്ചു. അവൾ തന്നെ പരിഗണിക്കുന്നതിലെ ആ ചെറിയ മാറ്റം കാശിക്ക് വല്ലാത്തൊരു സന്തോഷം നൽകി. അവൻ എതിർക്കാൻ നിൽക്കാതെ ബെഡിൽ കിടന്നു. ഇന്ദു താഴെ വിരിച്ച ഷീറ്റിലും കിടന്നു. കിടക്കുമ്പോഴും ഇന്ദുവിൻ്റെ കണ്ണുകൾ കാശിയുടെ മുഖത്തായിരുന്നു. അവളിലെ മാറ്റങ്ങൾ കണ്ട് കാശിയും കുസൃതിയോടെ അവളെ തന്നെ നോക്കി കിടന്നു. കുറച്ചു നേരം അങ്ങനെ പരസ്പരം നോക്കി കിടന്നതിനൊടുവിൽ എപ്പോഴോ കാശിയുടെ കണ്ണുകൾ അടഞ്ഞു. അവൻ ശാന്തമായ ഉറക്കത്തിലേക്ക് വീണു. പക്ഷേ ഇന്ദുവിൻ്റെ കണ്ണുകളിൽ ഉറക്കമുണ്ടായിരുന്നില്ല. അന്നുണ്ടായ ഓരോ കാര്യങ്ങളും, കാശിയുടെ നെഞ്ചിലെ ആ പേരും പാടവരമ്പത്ത് വെച്ച് അവൻ പറഞ്ഞ ഓരോ വാക്കുകളും അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. ആ വലിയ മനുഷ്യൻ്റെ പ്രണയത്തിൻ്റെ ആഴം ആലോചിച്ച് കാശിയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ ആ പ്രണയത്തിൻ്റെ ഊഷ്മളതയിൽ അവൾ എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണു. തുടരും. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഹൈപ്പ് കൂടി കൊടുക്കുക കേട്ടോ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ബാക്കി ഭാഗങ്ങൾ കാണാത്തവർ അത് കാണാം കേട്ടോ. കാണാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത ഭാഗമായിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.